ഹാമിൽട്ടന്റെ ഈ പ്രിയപ്പെട്ട എഴുത്തുകാരിയെ സമാജത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, എനിക്കും പ്രിയപ്പെട്ട ചേച്ചി നിർമ്മല തോമസ്. ചേച്ചി ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും വളരെ നന്ദി. കൂടുതലും പ്രോത്സാഹനത്തിനല്ല പറയാനുള്ളത്, നമ്മുടെ കാനഡയുടെ അഭിമാനമായ ബുല്ലറ്റ് പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ജാക്ക് റോബിൻവിച്ച് പറഞ്ഞത്, ബൈ ദ ബുക്സ് ആൻഡ് ഈറ്റ് അറ്റ് ഹോം. അതായത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ചിലവുണ്ടെങ്കിൽ പുസ്തകം വാങ്ങുക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എഴുത്തുകാരെയും പബ്ലിഷേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം പുസ്തകം വാങ്ങിക്കുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് നമ്മള് സാരി, ചുരിദാർ, ബ്ലെൻഡർ, അമ്മിക്കല്ല്, തുണി എന്ന് വേണ്ട എല്ലാം കൊണ്ടുവരിക, പുസ്തകവും കൊണ്ടുവരിക. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഒരുവിധം എല്ലാ ബുക്കുകളും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ പ്രവാസത്തിന്റെ കഥകൾ പറയുന്നവയാണ്. ഈ അടുത്ത് തന്നെ ഇറങ്ങിയ കരയിലെ മീനുകൾ ഏതൊരു നോർത്ത് അമേരിക്കൻ മലയാളികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും കഥയാണത്. ഈ കഥയിലേക്കും ഈ നോവലിലേക്കും എത്തിപ്പെട്ടതിന്റെ പ്രചോദനം അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഇത് നോവലിന്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു സാഹിത്യ സമ്മേളനത്തിൽ, വടക്കേ അമേരിക്കയിൽ നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഞാനൊരു വിഷയം അവതരിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിടനെ ഒരാൾ വന്നതിനോട് വളരെ അപമര്യാദ എന്ന് പറയുന്നത് വളരെ റഫായിട്ട് എന്നോട് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഒരുമാതിരി പരിഹസിക്കുന്ന പോലെ സംസാരിച്ചു. വളരെ വീണ്ടും വീണ്ടും എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമുക്ക് ശീലമുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളൊരു വിഷയം അവതരിപ്പിച്ചാൽ ചിലർക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ടാകും. അത് ഞാൻ തന്നെ ഒഴിവാക്കി വിട്ടു. ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോയെങ്കിൽ എന്നുള്ള ആ ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നു. തലേദിവസം കണ്ട ആളെ വളരെ പരിഞ്ഞ് വളരെ ഒരു കുറ്റം ചെയ്ത് കുട്ടിയെ പോലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ എഴുത്തൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇന്നലെ അങ്ങനെ പെരുമാറി ക്ഷമിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ എന്തോ സ്വാതന്ത്ര്യമുണ്ടല്ലോ. കഴിഞ്ഞിട്ടായിട്ട് പോയില്ല, അവിടെ തന്നെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി സോറി, അങ്ങനെ പരിഞ്ഞു നിന്നിട്ടുണ്ട്. അവസാനം വളരെ അപമാനത്തോടെ പറഞ്ഞു, ഞാൻ ഇന്നലെ കുടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ രൂപവും ഭാവവും എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഞാൻ ഓർത്തു, എല്ലാ മനുഷ്യരും, എല്ലാ കുഞ്ഞുങ്ങളും മാലാഖമാരായിട്ടാണ് ജനിക്കുന്നത്. അവർ വളരുന്ന സാഹചര്യം, അവർ കടന്നു പോകുന്ന അവസരങ്ങൾ, അവരോട് ഇടപെടുന്ന നമ്മൾ ഓരോരുത്തരും അവരെ മറ്റെന്തെങ്കിലുമൊക്കെ ആക്കുന്നത്. അപ്പോൾ ഈ മാലാഖയ്ക്ക് എന്താണ് പറ്റിയത്? ഈ മാലാഖയുടെ കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. ചേച്ചി ഒരുപാട് നന്ദി. ഹാമിൽട്ടൺ മലയാളി സമാജത്തിന്റെ പേരിൽ സത്യത്തിന് ഒരുപാട് അഭിമാനത്തോടെ നിർമ്മല ചേച്ചിയുടെ വൺസ് അഗെയിൻ ഞാൻ ചേർത്തിരിക്കുകയാണ്. എനിക്കറിയാം, വാക്ക് കിട്ടുന്നില്ല. ശരിക്കും ഞാൻ 2016-17 ചേച്ചിയെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ചേച്ചി എന്നൊരു സ്വന്തം ചേച്ചിയെ പോലെ എഴുതുന്നതാണെങ്കിലും വായിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിലും അഡ്വൈസ് കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പൊ എഴുത്തുകാരി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സ്വന്തം ചേച്ചിയോട് അനിയത്തിക്ക് പറയുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ സമാജത്തിന്റെ പേരിൽ ഞാൻ എടുത്തെത്തുന്നു. താങ്ക് യു നിർമ്മല.